ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. യുവതികൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നത് രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഹുൽ, കേൾക്കാമോ? പോലീസ് യുവതികൾ കയറി എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലില്ല, അദ്ദേഹത്തിലേക്ക് വരാം. അനീഷ്, സുരക്ഷ നൽകി എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. യുവതികൾ ശബരിമലയിൽ എത്തി എന്നത് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മഫ്റ്റിയിൽ സുരക്ഷ ഒരുക്കി എന്നതാണ് യുവതികൾ പറഞ്ഞിരുന്നത്. അപ്പോൾ പോലീസ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി വിധി യാഥാർത്ഥ്യമായിരിക്കുന്നു. യുവതികൾ ഇപ്പോൾ പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ശശികുമാര വർമ്മ, യുവതികൾ മല ചവിട്ടിയിരിക്കുന്നു, സുരക്ഷയൊരുക്കി എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാനും ചാനലിനകത്ത് കണ്ടു. ഞാൻ അവരുമായി ബന്ധപ്പെട്ടു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അവർ കൺഫേം ചെയ്തിട്ടില്ല. ഞാൻ ദേവസ്വം ബോർഡുമായിട്ടും ബന്ധപ്പെട്ടു. അവരും കൺഫേം ചെയ്തിട്ടില്ല. അവർ CCTV ഒക്കെ നോക്കിയതിനു ശേഷമേ കൺഫേം ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു നമ്മളോട്. ന്യൂസ് 18 പുറത്തുവിടുന്ന വാർത്ത അതാണ്. ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ഇത് കൺഫേം ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ. ഏതായാലും അതനുസരിച്ച് ബാക്കി എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്ത്രിക്കറിയാം, തന്ത്രിമാർക്കറിയാം. ഹലോ, അതെ കേൾക്കാം, പറയൂ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ മാറിച്ചത്. ആയിക്കോട്ടെ. ശ്രീ ശശികുമാര വർമ്മ, എന്തായാലും കോടതി വിധി നടപ്പായിരിക്കുകയാണ്. യുവതികൾ മല ചവിട്ടിയിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടാതെ ഞാനൊരു മറുപടി പറയുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആചാരപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്ത്രി നിർവഹിക്കും എന്ന് വിശ്വസിക്കുന്നു. ആചാരപരമായി എന്നുള്ളത് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? ക്ഷേത്ര നട അത് ഉൾപ്പെടെ തന്ത്രിമാർക്കറിയാം. അവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങൾ ആചാരപരമായിട്ട് പറയുമ്പോൾ അവരല്ലേ അന്തിമമായി തീരുമാനിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം തന്ത്രിമാരുമായി നടത്തിയോ? ഇന്നല്ല നടത്തും. നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. യുവതി പ്രവേശനം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നിലവിലൊരു ഇതുണ്ട്. അതനുസരിച്ച് അവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണത്? അന്ന് ഒരിക്കൽ തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രം അടച്ചിടേണ്ടി വരും എന്നതാണ്. അത് തന്നെ ആയിരിക്കുമോ? അത് അദ്ദേഹം വലിയ തീരുമാനിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ പറയാനൊക്കത്തുള്ളൂ എന്ത് ചെയ്യണമെന്നുള്ളതിനെ. കേട്ടോ? ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി ശശികുമാര വർമ്മ ഞങ്ങളോട് സഹകരിച്ചതിന്.